വർഷം ഒരു രാജ്യത്തെ അടക്കി ഭരിച്ച ഒരു സ്വേച്ഛാധിപതി. അയാളുടെ ക്രൂരതയുടെയും അതിനെതിരായ ചെറുത്തുനിൽപ്പിന്റെയും പിന്നെ ഒരു കുടുംബം അതിനു കൊടുക്കേണ്ടി വന്ന ഭയാനകമായ വിലയുടെയും കഥയാണ് മാരിയോ വർഗാസ് യോസയുടെ ദ ഫീസ്റ്റ് ഓഫ് ദ ഗോട്ട്. നമുക്ക് ആഴത്തിലുള്ള ഈ കഥയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ ഈ നോവലിന്റെ ഹൃദയത്തിലേക്ക് പോയാൽ അവിടെ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എങ്ങനെയുള്ളൊരു രഹസ്യമായിരിക്കും ഒരാളെ സ്വന്തം വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് 35 വർഷം ദൂരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഈ ഒരു ചോദ്യമാണ് നമ്മളെ യുറാനിയ കബ്രാൾ എന്ന കഥാപാത്രത്തിന്റെ തകർന്നുപോയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാണ് യുറാനിയ, ന്യൂയോർക്കിലെ ഒരു മികച്ച അഭിഭാഷക. പതിറ്റാണ്ടുകൾക്ക് ശേഷം അവൾ സ്വന്തം നാട്ടിലേക്ക് തിരികെ വരുന്നത് ഓർമ്മകൾ പുതുക്കാനൊന്നുമല്ല കേട്ടോ, മറിച്ച് ഒന്നിനും പ്രതികരിക്കാൻ പോലും പറ്റാതെ തളർന്നു കിടക്കുന്ന സ്വന്തം അച്ഛന്റെ കണ്ണുകളിലേക്ക് നോക്കി ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ്. ആ അച്ഛൻ ഒരു കാലത്ത് ആ സ്വേച്ഛാധിപതിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു. യുറാനിയയുടെ ആ രഹസ്യം നമുക്ക് പെട്ടെന്നൊന്നും പിടികിട്ടില്ല. കാരണം യോസെ ഈ കഥ പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഒരേ സമയം 3 വ്യത്യസ്ത വഴികളിലൂടെയാണ് ഈ നോവലും മുന്നോട്ടു പോകുന്നത്. അപ്പോ ഏതൊക്കെയാണ് ആ 3 വഴികൾ അല്ലേ? 1. വർത്തമാനകാലത്ത്, അതായത് 1990കളില് തന്റെ ഭൂതകാലത്തെ നേരിടാൻ വരുന്ന യുറാനിയ. 2. കുറേ വർഷം പുറകിലേക്ക് പോയിട്ട് 1961ല് സ്വേച്ഛാധിപതിയായ ട്രുഹിയോയുടെ ജീവിതത്തിലെ ആ അവസാന ദിവസം. പിന്നെ 3ാമത്തേത് അതേ വർഷം തന്നെ അയാളെ കൊല്ലാൻ പ്ലാനിടുന്ന കുറച്ച് ആളുകളുടെ കഥ. ഈ 3 കഥകളും അവസാനം വന്ന് ഒന്നിക്കുന്നൊരു പോയിന്റുണ്ട്. അവിടെയാണ് ശരിക്കും ഈ നോവലിന്റെ ഒരു പവർ കിടക്കുന്നത്. ഈ 3 കഥകളെയും ഒരുമിച്ച് നിർത്തുന്നത് ഒരാളാണ്. നമുക്ക് ആ കേന്ദ്ര കഥാപാത്രത്തിലേക്ക് വരാം. എൽ ഹെഫെ, അതായത് ദ ബോസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജനറൽ റാഫേൽ ട്രുഹിയ. ട്രുഹിയോ എന്ന് പറഞ്ഞാൽ ഒരു പാവക്കളിക്കാരനെ പോലെയായിരുന്നു. രാജ്യത്തെ എല്ലാ കാര്യങ്ങളും, അത് സൈന്യമാവട്ടെ പണമാവട്ടെ എന്തിന് നിയമം പോലും, എല്ലാം നിയന്ത്രിച്ചിരുന്നത് അയാളുടെ വിരൽത്തുമ്പിലായിരുന്നു. ഭയം എന്ന് പറയുന്നത് അവിടുത്തെ ആളുകളുടെ ശ്വാസത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. പക്ഷേ ഈ കാണുന്നതൊക്കെ ഒരു മുഖമൂടി മാത്രമായിരുന്നു. നോവൽ ശരിക്കും ചെയ്യുന്നത് ആ മുഖമൂടി അങ്ങ് വലിച്ചു കീറുകയാണ്. പുറമെ എല്ലാവരും കാണുന്ന ആ ഉരുക്കു മനുഷ്യന്റെ ഉള്ളിൽ ശരിക്കും പ്രായവും അസുഖവും തളർത്തിയ, അധികാരം പോവൂ എന്ന് പേടിച്ചു ജീവിക്കുന്ന ദുർബലനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോ നമുക്ക് 3ാമത്തെ കഥയിലേക്ക് പോകാം. രാജ്യത്തെ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ബാക്കിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ കുറച്ചാളുകളുടെ കഥ. ആ വഴി സ്വേച്ഛാധിപതിയുടെ മരണം തന്നെയായിരുന്നു. ഈ ഗൂഢാലോചനയിൽ പലരുണ്ടായിരുന്നു, ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ. സഹോദരനെ കൊന്നതിനു പകരം വീട്ടാൻ വന്ന ആന്റോണിയോ, രാജ്യസ്നേഹം കൊണ്ട് മാത്രം ഇതിന്റെ ഭാഗമായ സാൽവഡോർ, പിന്നെ ഒരു കാലത്ത് ആ ഭരണകൂടത്തിന്റെ ഭാഗമായിരുന്നിട്ടുപോലും അവസാനം മനസ്സുമാറി അവരുടെ കൂടെ ചേർന്ന പട്ടാളക്കാരനായ അമാഡോ. ആ രാത്രി ശരിക്കും നിർണായകമായിരുന്നു. മണിക്കൂറുകളോളം അവർ കാത്തിരുന്നു. ഒടുവിൽ വലിയ സുരക്ഷയൊന്നുമില്ലാതെ ട്രുഹിയോയുടെ കാർ ആ വിജനമായ വഴിയിലേക്ക് വന്നു. അവർ ആക്രമിച്ചു. ആരും തൊടില്ലെന്ന് ഒരു രാജ്യം മുഴുവൻ വിശ്വസിച്ചിരുന്ന ആ സ്വേച്ഛാധിപതി വഴിയറിയിൽ വെടിയേറ്റു വീണു. ഇനി നമുക്ക് വീണ്ടും യുറേനിയയുടെ കഥയിലേക്ക് വരാം. കാരണം അവളുടെ വേദനയുടെ ആഴം എത്രത്തോളമുണ്ടെന്നും ഈ കഥയുടെയെല്ലാം കേന്ദ്രബിന്ദുവായ ആ രഹസ്യമെന്താണെന്നും നമ്മൾ അറിയാൻ പോകുന്നത് ഇവിടെയാണ്. ഈ കഥയിലെ ദുരന്തം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. യുറാനിയയുടെ അച്ഛൻ സെനറ്റർ അഗസ്റ്റിൻ കബ്രാൾ ഒരു കാലത്ത് ട്രുഹിയോയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് ആ പ്രീതി നഷ്ടപ്പെട്ടു. ആ ഒരു ലോകത്ത് അത് മരണത്തിനു തുല്യമായിരുന്നു. എങ്ങനെയെങ്കിലും ആ പഴയ അധികാരം തിരിച്ചുപിടിക്കണം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരേയൊരു ചിന്ത. അധികാരം തിരിച്ചുപിടിക്കാനുള്ള ആ ഒരു വെപ്രാളത്തില് ഒരച്ഛനും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അയാൾ ചെയ്തു. തന്റെ അധികാരം തിരികെ കിട്ടാൻ വേണ്ടി അയാൾ സ്വന്തം മകളെ ഒരു കാഴ്ചവസ്തുവാക്കി. പ്രായം ചെന്ന ആ സ്വേച്ഛാധിപതിക്ക് അവളെ സമ്മാനമായി കൊടുക്കുമ്പോൾ യുറാനിക്ക് വെറും 14 വയസ്സായിരുന്നു പ്രായം. ഇതിലേറ്റവും വലിയ ക്രൂരത അതല്ല, ആ ത്യാഗം കൊണ്ട് ഒരു കാര്യവും ഉണ്ടായില്ല എന്നുള്ളതാണ്. യുറാനിയയുടെ അച്ഛന് അധികാരം തിരികെ കിട്ടിയില്ല. അതായത് അവളുടെ ജീവിതം നശിപ്പിച്ചത് യഥാർത്ഥ അധികാരത്തിന് വേണ്ടിയായിരുന്നില്ല, വെറുമൊരു തോന്നലിനു വേണ്ടിയായിരുന്നു. ഇതാണ് നോവലിന്റെ കാതൽ. യുറാനിയെ ശരിക്കും തകർത്തത് ആ സ്വേച്ഛാധിപതിയുടെ ക്രൂരതയല്ല, മറിച്ച് സ്വന്തം അച്ഛന്റെ വഞ്ചനയാണ്. അവളെ സംരക്ഷിക്കേണ്ട ആള് തന്നെ അവളെ ബലി കൊടുത്തപ്പോഴുണ്ടായ ആ മുറിവില്ലേ, അതാണ് ജീവിതകാലം മുഴുവൻ അവളെ വേട്ടയാടിയത്. പക്ഷേ ഒരു ചോദ്യമുണ്ട്,
ഒരു സ്വേച്ഛാധിപതിയെ കൊന്നാൽ അയാളുണ്ടാക്കിവെച്ച ആ സ്വേച്ഛാധിപത്യം ഇല്ലാതാവുമോ? ഇല്ല എന്നായിരുന്നു ഉത്തരം. ആ നിഴൽ അത്ര പെട്ടെന്നൊന്നും മാഞ്ഞുപോയില്ല. ട്രുഹിയോയുടെ മകൻ റാംഫിസിന്റെ പ്രതികാരം ഭീകരമായിരുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ആന്റോണിയോയെയും സാൽവഡോറിനെയും പോലുള്ളവരെ ഓരോരുത്തരെയായി പിടികൂടി അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു. ഒരു കൊലപാതകം കൊണ്ട് മാത്രം രാഷ്ട്രീയ മാറ്റം വന്നില്ല. ട്രുഹിയോ പോയി, പക്ഷേ അയാളുണ്ടാക്കിയ ആ സിസ്റ്റം അവിടെ തന്നെ നിന്നു. പതിറ്റാണ്ടുകളോളം പേടിച്ചു ജീവിച്ച ഒരു ജനതയ്ക്ക് ഒറ്റ രാത്രി കൊണ്ട് ധൈര്യശാലികളാകാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പോ എന്തുകൊണ്ടാണ് ഈ നോവൽ ഇത്രയും മികച്ചതാകുന്നത്? കാരണം ഇത് അധികാരത്തിന്റെ ഉള്ളറകൾ തുറന്നു കാണിക്കുന്നു. ഒരു സ്വേച്ഛാധിപത്യം ഒരു സമൂഹത്തിലും ഓരോ വ്യക്തികളിലുമുണ്ടാക്കുന്ന മായാത്ത മുറിവുകളെക്കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ കൊടുക്കേണ്ടിവരുന്ന വലിയ വിലയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവസാനം യുരാനിയയ്ക്ക് മോചനം കിട്ടുന്നത് ക്ഷമിക്കുന്നതിലൂടെയല്ല, മറിച്ച് സംഭവിച്ച കാര്യങ്ങൾ ഒന്നുപോലും വിടാതെ ലോകത്തോട് വിളിച്ചു പറയുന്നതിലൂടെയാണ്. വർഷങ്ങളോളം അവളെ ശ്വാസം മുട്ടിച്ച ആ നിശ്ശബ്ദതയെ അവൾ തന്റെ വാക്കുകൾ കൊണ്ട് തകർക്കുകയാണ്. അപ്പോ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമുക്ക് ഈ വിശകലനം അവസാനിപ്പിക്കാം. ഒരു സ്വേച്ഛാധിപതി വീഴുമ്പോൾ ആടിന്റെ ആ വിരുന്നിന്, അതായത് അധികാരത്തിന്റെ ആ വിരുന്നിന് യഥാർത്ഥത്തിൽ വില കൊടുക്കുന്നതാരാണ്? യുറേനയെപ്പോലുള്ള സാധാരണ മനുഷ്യരാണോ? അതോ ഒരു രാജ്യം മൊത്തത്തിലാണോ?